1 മുതൽ 8 വരെ പ്രതികളായ എ പീതാംബരൻ, സജി സി ജോർജ്, കെ എം സുരേഷ്, കെ അനിൽകുമാർ, ഗിജിൻ, ആർ ശ്രീരാഗ്, എ അശ്വിൻ, സുബീഷ്, 10-ാം പ്രതി ടി രഞ്ജിത്ത്, 15-ാം പ്രതി എ സുരേന്ദ്രൻ എന്നിവർക്കാണ് ഇരട്ട ജീവപര്യന്തം. മുൻ MLA കെ വി കുഞ്ഞിരാമൻ, CPM ഉദുമ മുൻ ഏരിയ സെക്രട്ടറി കെ മണികണ്ഠൻ, പാക്കം മുൻ ലോക്കൽ സെക്രട്ടറി രാഘവൻ വെളുത്തോളി അടക്കം 4 CPM നേതാക്കൾക്ക് 5 വർഷം തടവും 10,000 രൂപ പിഴയുമാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ശിക്ഷയിൽ പരമാവധി ഇളവ് നൽകണമെന്ന് കോടതിയിൽ പ്രതിഭാഗം വാദിച്ചു. കുറ്റകൃത്യം അപൂർവങ്ങളിൽ അപൂർവമല്ലെന്നും പ്രതികൾ സ്ഥിരം കുറ്റവാളികളല്ലെന്നും വാദത്തിനിടെ പറഞ്ഞു. മാനസാന്തരത്തിന് സാധ്യതയുണ്ടെന്നും പല സാക്ഷിമൊഴികളിലും വൈരുദ്ധ്യമുണ്ടെന്നും പ്രതിഭാഗം കോടതിയിൽ വാദിച്ചു. കേസിൽ കെ വി കുഞ്ഞിരാമൻ, കെ മണികണ്ഠൻ ഉൾപ്പെടെ 14 പേർ കുറ്റക്കാരാണെന്ന് എറണാകുളം CBI പ്രത്യേക കോടതി കണ്ടെത്തിയിരുന്നു. 1-ാം പ്രതിയായ CPM പെരിയ ലോക്കൽ കമ്മിറ്റി അംഗം എ പീതാംബരൻ ഉൾപ്പെടെ 8 പ്രതികൾക്കെതിരെയാണ് കൊലക്കുറ്റം തെളിഞ്ഞത്. ടി രഞ്ജിത്ത്, എ സുരേന്ദ്രൻ എന്നീ പ്രതികൾ തെളിവ് നശിപ്പിച്ചതായും മറ്റു പ്രതികളെ സംരക്ഷിച്ചതായും കോടതി കണ്ടെത്തി. കേസിൽ 2-ാം പ്രതിയെ കസ്റ്റഡിയിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയെന്ന കുറ്റമാണ് കെ വി കുഞ്ഞിരാമൻ ഉൾപ്പെടെ 4 പേർക്കെതിരെ ചുമത്തിയത്. പരമാവധി 2 വർഷം തടവും പിഴയും ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണിത്. 2019 ഫെബ്രുവരി 17-നാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാലിനെയും കൃപേഷിനെയും രാഷ്ട്രീയ വൈരാഗ്യത്തെ തുടർന്ന് ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത്. രാഷ്ട്രീയ കൊലയല്ല, വ്യക്തിപരമായ വിരോധത്തിന്റെ പേരിലുള്ള കൊലയെന്ന് പറഞ്ഞ് CPM നിസാരവൽക്കരിക്കാൻ ശ്രമിച്ച കേസിലാണ് CBI കോടതി മുൻ MLA അടക്കം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത്. 6 വർഷം നീണ്ട നിയമ പോരാട്ടത്തിനും 20 മാസത്തോളം നീണ്ട വിചാരണയ്ക്കും ശേഷമാണ് കേസിൽ വിധി വരുന്നത്. 24 പ്രതികളിൽ 10 പേരെ കോടതി കുറ്റവിമുക്തരാക്കിയിരുന്നു. സി മലയാളം ന്യൂസ്, കൊച്ചി. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.